പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം 20. ഏട്ടാ, ഏട്ടത്തി, നിങ്ങൾ ഈ വെയിലിൽ ഇങ്ങോട്ട് വന്നത് കടൽ കാണാനാണോ? ദേവൂട്ടിയുടെ കപട ദേഷ്യത്തോടെയുള്ള ശബ്ദം. രണ്ടുപേരും അവളെ നോക്കി. നിങ്ങൾക്ക് റൊമാൻസ് കളിക്കണമെങ്കിൽ വീട്ടിലിരുന്നാൽ പോരെ? ഇപ്പോൾ ഇങ്ങോട്ട് വാ രണ്ടുപേരും. ഏട്ടത്തി, ഇങ്ങോട്ട് വാ. അവൾ ശ്രീയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. കണ്ണനും കൂടെ എഴുന്നേറ്റു. ദേവൂട്ടിയുടെ നിർബന്ധത്തിൽ ശ്രീയും കണ്ണനും അവളുടെ കൂടെ കടലിലേക്കിറങ്ങി. കൂടുതൽ ദൂരത്തേക്കൊന്നും പോയില്ല എങ്കിലും വെറുതെ കടലിൽ കാലങ്ങനെ നനച്ചു നിന്നു. എത്രയൊക്കെ വേണ്ട എന്ന് വെച്ചിട്ടും ശ്രീയുടെ കണ്ണുകൾ എന്തിനോ കണ്ണൻ്റെ അടുത്തേക്ക് പാറി വീണു. അവൻ തന്നെ നോക്കുമെന്നാവുമ്പോൾ നോട്ടം മാറ്റിക്കളയും. എന്തിനാണ് ഇങ്ങനെയൊക്കെ എന്നത് അവൾക്ക് പോലും മനസ്സിലായില്ല. കണ്ണൻ അവിടെ ദേവുവിനെ നോക്കുന്ന തിരക്കിലാണ്. അവനെ നോക്കി ഇപ്പുറത്ത് നിൽക്കുന്ന ശ്രീയെ ഇടം കണ്ണാലെ അവൻ കാണുന്നുണ്ട് എന്ന കാര്യം ശ്രീക്കും മനസ്സിലായില്ല. കുറച്ച് നല്ല സമയം 3 പേരും കളിയും ചിരിയും ഒക്കെ ആയിട്ട് അവിടെ ചിലവിട്ടു. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കായതുകൊണ്ടും ഇരുട്ടും മുന്നേ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മ ദേവുവിനെ ആവശ്യമില്ലാതെ എടുത്തു ചാടി എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞു. എങ്കിലും കണ്ണൻ അവളെ സപ്പോർട്ട് ചെയ്തതുകൊണ്ട് അതൊന്നും അവിടെ ഏറ്റില്ല. രാത്രിയായതും 4 പേരും കൂടെ ഇരുന്ന് സംസാരമായിരുന്നു. അപ്പോഴാണ് അങ്ങോട്ട് ചെറിയമ്മയും ആരവും വരുന്നത്. നിനക്കെന്താടാ അങ്ങോട്ടൊന്ന് വന്നാൽ? ചെറിയമ്മ അല്പം ദേഷ്യത്തിൽ തന്നെ കണ്ണനോട് ചോദിച്ചു. തിരക്കായിരുന്നു, കണ്ണൻ മറുപടി പറഞ്ഞു. ഓ, നിനക്ക് വലിയ തിരക്കൊക്കെ ആയിപ്പോയില്ലേ? ഇനി ഞങ്ങളെ ഒന്നും കണ്ണിൽ പിടിക്കില്ല. ചെറിയമ്മ പരിഭവിച്ചു. അമ്മ എവിടെ? അമ്മ തിരക്കി. ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ വാതിലടച്ച് മുറിയിൽ കയറി ഇരിക്കുന്നുണ്ട്. ചെറിയമ്മ അല്പം ദേഷ്യത്തിലാണ് അത് പറഞ്ഞത്. ഏട്ടൻ്റെ കമ്പനി എന്നാ ഓപ്പണിങ്? ആരവ് ചോദിച്ചു. അടുത്ത വീക്ക് കഴിയുമ്പോൾ തന്നെ വേണ്ടി വരും. കണ്ണൻ പറഞ്ഞ് സോഫയിലേക്കിരുന്നു. എല്ലാവരും ചേർന്നിരുന്ന് കുറച്ച് സമയം സംസാരിച്ചു. അതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് ചിരിയോടെ എന്തൊക്കെയോ ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയക്കുന്ന ആരവിനെ കണ്ണൻ ശ്രദ്ധിച്ചിരുന്നു. കണ്ണൻ ഒന്നും അറിയാത്തതുപോലെ അവൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്താടാ ഇത്ര കാര്യമായിട്ട് ഫോണിൽ ചെയ്യുന്നത്? ഗൗരവം ഒട്ടും കുറയ്ക്കാതെ അവൻ ചോദിച്ചു. ഏട്ടാ, വർക്ക് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. ആരവ് അല്പം പതർച്ചയോടെ പറഞ്ഞു നിർത്തി. പക്ഷേ അത് വെറുതെ ആണെന്ന് ആരവിനേക്കാൾ നന്നായി കണ്ണൻ അറിയാം. എങ്കിലും അവൻ വിശ്വസിച്ചു എന്ന മട്ടിലിരുന്നു. എന്തൊക്കെയായാലും എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ തന്നോട് തന്നെ വന്ന് പറയും എന്ന് കണ്ണൻ ഉറപ്പാണ്. കണ്ണാ, ഞാൻ വന്നത്... അല്പനേരത്തെ വിശേഷം പറയലും സംസാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ചെറിയമ്മ സംസാരത്തിന് തുടക്കമിട്ടു. എനിക്ക് മനസ്സിലായി ചെറിയമ്മേ, എന്നെ അങ്ങോട്ട് വിളിച്ചതും അതിനാണെന്ന്. 2 ദിവസം കൂടെ കഴിഞ്ഞ് എല്ലാം ശരിയാവും. കണ്ണൻ്റെ ഉറപ്പോടെയുള്ള ശബ്ദം. ചെറിയമ്മ ചിരിച്ചു. അവർക്കറിയാം കണ്ണൻ എന്തെങ്കിലും കാര്യമില്ലാതെ അങ്ങനെ പറയില്ല എന്ന്. ശ്രീ ഇതൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് എങ്കിലും ഒന്നും അങ്ങോട്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. എങ്കിലും സാധാരണ പോലെ അങ്ങോട്ടിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവർ ഇറങ്ങി. കണ്ണൻ ആരവിനെ മാറ്റി നിർത്തി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ടും അത് വേണ്ട, അമ്മു കാത്തിരിക്കുമെന്ന് പറഞ്ഞ് 2 പേരും വേഗം ഇറങ്ങി. അവർ പോകുന്നത് നോക്കി നിന്ന അമ്മയും കണ്ണനും ഒന്ന് നിശ്വസിച്ചു. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം വേഗം വേണം കണ്ണാ, ഇല്ലെങ്കിൽ ശരിയാവില്ല, അമ്മ ഗൗരവത്തോടെ പറഞ്ഞു. അതിന് അവൻ കനത്തിലൊന്ന് മൂളി. എല്ലാവരും ചേർന്നിരുന്ന് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം കിടക്കാനായി മുറിയിലേക്ക് വന്ന് 2 പേരും പതിവ് പോലെ ബാൽക്കണിയിൽ വന്നിരുന്ന് സംസാരിക്കാൻ തുടങ്ങി. കണ്ണേട്ടാ, എന്താ അമ്മു ചേച്ചിയായിട്ട് പ്രശ്നം? അതോ, പറയാനാണെങ്കിൽ കുറേയുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് തനിക്ക് ഏകദേശം കുറച്ച് കാര്യമൊക്കെ മനസ്സിലാവും. അത് കഴിഞ്ഞ് മുഴുവനായിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ണൻ അവളുടെ തലയിലൊന്ന് കൊട്ടി. അവളെല്ലാം മനസ്സിലായി എന്ന പോലെ തലയാട്ടി. എങ്കിലും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് ആ ഒരു കാര്യം തന്നെയായിരുന്നു. 2 ദിവസം കൂടെ കടന്നുപോയി. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല എങ്കിലും ശ്രീയുടെയും കണ്ണൻ്റെയും ജീവിതത്തിൽ ഓരോ ദിവസങ്ങളും മാറ്റമുള്ളതാണ്, പുതുമ നിറഞ്ഞതാണ്. അകൽച്ചയിൽ നിന്നും അടുത്തേക്കെത്തുന്ന യാത്രയിലാണ് ഇപ്പോൾ ഇരുവരും. 2 പേരും പരസ്പരം ഉള്ളു തുറന്ന് മനസ്സിലാക്കി. പരസ്പരം സ്നേഹിച്ചും സഹായിച്ചുമൊക്കെയുള്ള യാത്ര. ഇപ്പോൾ 2 പേരും അകലെ നിന്നും അരികിലെത്തുവാനുള്ള തിടുക്കത്തിലാണ്. അതിൽ പ്രധാന വ്യത്യാസം എന്താണെന്നാൽ ഇത്ര നാളും അകലത്തിൽ കിടന്നിരുന്ന 2 പേരും ഇപ്പോൾ അടുത്താണ് കിടക്കുന്നത്. എന്നും ഇപ്പോൾ അവൻ്റെ കൈക്കുള്ളിൽ നിന്നും ഉണരണം എന്നൊരു തോന്നൽ ശ്രീക്ക് വന്നു തുടങ്ങി. ഇത്ര നാളും കട്ടിലിൻ്റെ 2 അറ്റത്ത് കിടന്നിരുന്ന 2 പേര് ഇപ്പോൾ ചേർന്ന് കിടക്കുന്നു. പരസ്പരം പറഞ്ഞില്ല എങ്കിലും ഇരുവരും 2 പേരെയും ഇപ്പോൾ പരസ്പരം എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്. ഇരുവർക്കുമിടയിൽ പേരറിയാത്ത എന്തോ ഒന്നുണ്ട്. അത് കണ്ണന് കൃത്യമായി അറിയാമെങ്കിൽ ശ്രീ അത് എന്താണ് എന്ന് മനസ്സിലാക്കുന്ന തിരക്കിലാണ്.
അവനിലെ പ്രണയം അവളിലേക്ക് ഒഴുക്കുവാൻ കാത്തിരിക്കുകയാണവൻ. രാവിലെ പതിവ് പോലെ ശ്രീ ഉണർന്നു. ഇന്ന് ശനിയാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്ലാസ്സിൽ പോകണ്ട. അവൻ്റെ കൈക്കുള്ളിൽ നിന്നും തന്നെയാണ് ഉണർന്നത്. ഇത് കുറച്ച് ദിവസങ്ങളായിട്ട് പതിവാണ്. കട്ടിലിൽ എഴുന്നേറ്റിരുന്ന് മുടി വാരിക്കെട്ടി. ശേഷം അവനെ ഒന്ന് നോക്കി. എപ്പോഴും തന്നിലും മുന്നേ എഴുന്നേറ്റ് പോയിരുന്ന ആളാണ്. ഇപ്പോൾ താൻ ഉണർന്നു കഴിഞ്ഞേ ഉണരൂ. കുളിച്ചു കഴിഞ്ഞ് താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോഴാണ് അവൾ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം കേട്ടത്. അപ്പോഴേക്കും അവൾ താഴേക്കിറങ്ങി എത്തിയിരുന്നു. അടുക്കളയിൽ നിന്ന് അമ്മ എത്തി നോക്കി. ശ്രീയെ കണ്ടതും അവളോട് ആരാണെന്ന് നോക്കാൻ പറഞ്ഞു. ശ്രീ വാതിൽ തുറക്കും മുന്നേ ജനലിലൂടെ ഒന്ന് പുറത്തേക്ക് നോക്കി. ആരാണ് ഇത്ര രാവിലെ ഇങ്ങോട്ട് വരാനെന്നറിയണമല്ലോ. ജനലിലൂടെ നോക്കുമ്പോൾ ശ്രീ കണ്ടത് തിരിഞ്ഞു നിൽക്കുന്ന ഒരാളെയാണ്. തോളിൽ എന്തൊക്കെയോ ബാഗൊക്കെ ഉണ്ട്. ആരാണെന്ന് ചിന്തിച്ച് ശ്രീ വാതിൽ തുറന്നു. തിരിഞ്ഞു നിൽക്കുന്നവൻ അവളെ നോക്കി. അവൻ അവളെ നോക്കി ചിരിച്ചു. പക്ഷേ ശ്രീ തിരികെ പുഞ്ചിരി മടക്കി കൊടുത്തില്ല. അവൾ അവനെ മുഴുവനായിട്ടൊന്ന് നോക്കി. പക്ഷേ എത്ര നോക്കിയിട്ടും അവൾക്ക് ആളാരാണെന്ന് മനസ്സിലായില്ല. അവളുടെ നോട്ടം കണ്ടതും അവൻ സ്വയം ഒന്ന് നോക്കി. ഇനി തനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന രീതിയിൽ. എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അയാൾ പുഞ്ചിരിയോടെ അവളോട് ചോദിച്ചു. എന്നിട്ടും ഒന്നും പറയാതെ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആരാ ശ്രീകുട്ടി വന്നത്? അപ്പോഴേക്കും അമ്മ അങ്ങോട്ടെത്തി. അമ്മേ, ഞാനാണ്. അത് പറഞ്ഞ് ശ്രീയെ മറികടന്ന് ആളകത്തേക്ക് കയറി. കിച്ചു, നീയോ? അവരുടെ കണ്ണുകൾ ആശ്ചര്യത്താൽ വിടർന്നു പോയി. അതെ, ഞാൻ തന്നെ. എന്താ, എനിക്കിങ്ങോട്ട് വരാൻ പറ്റില്ലെന്നുണ്ടോ? അവൻ വന്ന് അമ്മയുടെ തോളിലൂടെ കൈയിട്ടു. മനു എവിടെ? അവൻ 2 ദിവസം കഴിഞ്ഞേ വരൂ. ഞാൻ ഇന്ന് തന്നെ ഇങ്ങ് പോന്നു. വീട്ടിലേക്ക് പോയോ നീ? അവിടെ അതിനാരും ഇല്ലല്ലോ. ഇവിടെ വന്ന് എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി. ഏട്ടൻ എവിടെ? അവൻ ചുറ്റും തിരഞ്ഞു. അവൻ ഉണർന്നിട്ടില്ല കിച്ചു. അമ്മ പറഞ്ഞത് കേട്ടതും അരുതാത്തതെന്തോ കേട്ടതുപോലെ അവൻ്റെ മുഖമാകെ ഞെട്ടലോടെ വിടർന്നു. എന്ത്? ഏട്ടൻ ഉണർന്നില്ലെന്നോ? അവൻ ഞെട്ടൽ അതുപോലെ തന്നെ പ്രകടിപ്പിച്ചു. ഹാ, അവൻ ഉണർന്നിട്ടില്ല. ഇതൊക്കെ എപ്പോ? രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ എഴുന്നേൽക്കുന്ന എൻ്റെ ഏട്ടൻ ഉണർന്നില്ലെന്നോ? അവൻ അല്പം നാടകീയമായി ചോദിച്ചു. അമ്മ അതിന് ചിരിയോടെ നോക്കി നിന്നതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ശ്രീ അപ്പോഴും ഇതാരാണെന്ന ചിന്തയിലാണ്. ഏട്ടത്തിക്ക് എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു അമ്മേ. അവനൊരു പുഞ്ചിരിയോടെ പറഞ്ഞു. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. മോൾക്കിതാരാണെന്ന് മനസ്സിലായില്ലേ? അമ്മ ചിരിയോടെ ചോദിച്ചു. പക്ഷേ ഉടനെ തന്നെ അവൾ ഇല്ല എന്ന് പറഞ്ഞ് തലയാട്ടി. ആഹാ, ഇങ്ങനെ ഒരാളെക്കുറിച്ച് കണ്ണനൊന്നും പറഞ്ഞു തന്നില്ലേ? അവൾ പിന്നെയും ഇല്ല എന്ന് തലയാട്ടി. മോള് പോയി അവനെ വിളിച്ചിട്ട് വാ. ശ്രീ മുകളിലേക്ക് നടന്നു. മുറിയിൽ കണ്ണൻ കുളിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. മുടിയൊക്കെ ജെല്ല് തേച്ച് ഒതുക്കി വെക്കുകയാണവൻ. കണ്ണേട്ടാ, അവിടെ ആരോ കാണാൻ വന്നിട്ടുണ്ട്. എന്നെ കാണാനാണോ? എന്നെ കാണാനല്ല, അവൻ നിന്നെ കാണാനാണ് വന്നത്. താൻ വാ. ചിരിയോടെ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ അവളുമായി താഴേക്ക് നടന്നു. ഹാളിൽ അമ്മയോട് നല്ല സംസാരത്തിലാണ് ആൾ. തിരിഞ്ഞു നോക്കിയപ്പോൾ അവൻ കണ്ണനെ കണ്ടു. അവനെ കണ്ടതും അവൻ ഓടി അവൻ്റെ അടുത്തേക്ക് വന്നു. ഏട്ടാ! അവൻ ഓടി വന്ന് കണ്ണനെ വട്ടം കെട്ടിപ്പിടിച്ചു. കിച്ചു! കണ്ണൻ അവനെ പിടിച്ചടക്കി നിർത്തി. ഇല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കൽ ഇന്നൊന്നും കഴിയില്ല എന്ന് കണ്ണൻ അറിയാം. മനു എവിടെ? ഏട്ടൻ വരും. സുഖാണോ നിനക്ക്? കണ്ണൻ അവൻ്റെ തലമുടിയിലൂടെ ഒന്ന് തലോടി. സുഖം തന്നെ. ഏട്ടൻ എന്താ എന്നെക്കുറിച്ചൊന്നും ഏട്ടത്തിയോട് പറയാതിരുന്നത്? ഞാൻ ഏട്ടത്തിയെ കാണാൻ വന്നിട്ട് ദാ നോക്കിയേ, എന്തോ അത്ഭുതം കണ്ടതുപോലെയാണ് ഏട്ടത്തി എന്നെ നോക്കുന്നത്. കണ്ണൻ അവളെ നോക്കി. ശരിയാണ്, ഒന്നും മനസ്സിലാവാത്തതുപോലെ നോക്കി നിൽക്കുന്നുണ്ട്. അവളെ കണ്ട് അവന് തന്നെ പാവം തോന്നി. കണ്ണനെയും കിച്ചുവിനെയും മാറി മാറി നോക്കുകയാണവൾ. കണ്ണൻ കിച്ചുവിനെ വിട്ട് ശ്രീയെ ചേർത്ത് പിടിച്ചു. അവളുടെ കണ്ണുകൾ പിടച്ചിലോടെ ചുറ്റും നോക്കി. ആരും തങ്ങളെ കളിയാക്കി നോക്കുന്നില്ല എന്ന് കണ്ടതും ശ്രീക്ക് ആശ്വാസം തോന്നി. ഇത് കിരൺ. ഞങ്ങൾ കിച്ചു എന്ന് വിളിക്കും. ബാക്കിയൊക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. കണ്ണൻ അവളോട് പറഞ്ഞതും ശ്രീ തലയാട്ടി. കിച്ചുവിന് അവളെ കണ്ട് പാവം തോന്നി. എന്തു പറഞ്ഞാലും തലയാട്ടി നിൽക്കും. പാവയാണോ ഏട്ടത്തി? എപ്പോഴും ഇങ്ങനെ തലയാട്ടി നിൽക്കുന്നു. കിച്ചു അവളെ കളിയാക്കി. ഞാൻ കിരൺ. ഏട്ടത്തി എന്നെ കിച്ചു എന്ന് വിളിച്ചോ. എന്തായാലും ഏട്ടൻ തന്നെ എന്നെക്കുറിച്ച് പറഞ്ഞു തരും കേട്ടോ. അവൻ അവൾക്ക് നേരെ കൈ നീട്ടി. അവളും അതിലേക്ക് കൈ ചേർത്തു. തന്നെ നോക്കി പുഞ്ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി അവൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ തോന്നിയില്ല. അവളും തിരികെ ഒരു പുഞ്ചിരി മടക്കി കൊടുത്തു. എല്ലാവരോടും ഒന്ന് സംസാരിച്ചതിന് ശേഷം കിച്ചു പോകാനിറങ്ങി.
ദേവു പിന്നെ ഇതൊന്നും അറിയാതെ ഉറക്കമാണ്. ആളെ ഇനി 10 മണി കഴിഞ്ഞ് നോക്കിയാൽ മതി. ഇനി അപ്പോഴേ ഉണർന്നു വരൂ. യാത്ര പറയാൻ അടുക്കളയിലേക്ക് അമ്മയെ കാണാൻ കയറിയതാണ് കിച്ചു. രാവിലെ തന്നെ കയറി വന്നിട്ട് ഭക്ഷണം കഴിക്കാതെ പോകാനോ? ചൂലെടുക്കും ഞാൻ കിച്ചു. വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ നോക്ക്. അമ്മ അല്പം ദേഷ്യത്തോടെ പറഞ്ഞു. അത് അവർ അമ്മയും മോനും തമ്മിലുള്ള കാര്യമായതുകൊണ്ട് കണ്ണനും ശ്രീയും ഇടപെടാൻ പോയില്ല. അവർ തന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്ന് കരുതി രണ്ടുപേരും ലിവിംഗ് റൂമിൽ തന്നെ ഇരുന്നു. കുറച്ചു കഴിഞ്ഞ് ഒരുതരം വളിച്ച ചിരിയോടെ ഇറങ്ങി വരുന്ന കിച്ചുവിനെ കണ്ട് ശ്രീക്ക് ചിരി വന്നു. കണ്ണൻ പിന്നെ സ്ഥായീഭാവമായ ഗൗരവത്തിൽ തന്നെയാണ്. രാവിലെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ആള് പോകാനിറങ്ങി. അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് കിച്ചു? ഇന്നിവിടെ നിൽക്ക്. വേണ്ടമ്മേ, ഏട്ടൻ വൈകിട്ടാവുമ്പോൾ വരും. നാളെ ഏട്ടനായിട്ട് വരാം, കിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു. കണ്ണൻ അവന് വണ്ടിയുടെ താക്കോല് കൊടുത്തു. അവൻ അതുമായി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് തിരിച്ചു. അവൻ കണ്ണിൽ നിന്ന് മറയുന്നത് വരെ എല്ലാവരും അവനെ തന്നെ നോക്കി നിന്നു. അവൻ പോയി കഴിഞ്ഞതും ശ്രീയുടെ നോട്ടം ആദ്യം പോയത് കണ്ണനിലേക്കാണ്. അവനും അവളെ തന്നെ നോക്കി. ഞാനിപ്പോൾ വരാം അമ്മ, അമ്മയോട് പറഞ്ഞ് അവൻ മുകളിലേക്ക് മുറിയിലേക്ക് നടന്നു. ശ്രീ അവൻ്റെ പോക്ക് നോക്കി നിന്നു. പാർവതി മുകളിലേക്ക് എത്തും മുന്നേ അവൾക്കായുള്ള അവൻ്റെ വിളിയും എത്തി. ശ്രീ അവന് പിറകെ മുറിയിലേക്ക് കയറി. അവൻ വാർഡ്രോബ് തുറന്ന് അതിൽ നിന്ന് എന്തോ ഒരു ബാഗ് എടുത്തു. എന്തോ ഫയലൊക്കെ വെക്കുന്ന ബാഗ് പോലെയാണ് അവൾക്കത് തോന്നിയത്. അവനത് മേശമേൽ വെച്ച് കസേരയിലേക്കിരുന്നു. അവിടെ തന്നെ ഇരിക്കാതെ ഇവിടെ വന്നിരിക്ക്. അടുത്തു തന്നെ ഇട്ടിരിക്കുന്ന കസേരയിലേക്ക് ചൂണ്ടി അവൻ അവളോട് പറഞ്ഞു. അവൻ ബാഗ് തുറക്കുന്നത് നോക്കിയിരിക്കുകയാണ് ശ്രീ. അവൻ ബാഗ് എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ അതൊരു ആൽബമാണ് എന്നവൾക്ക് മനസ്സിലായി. അത് തുറന്ന് അവൻ അതിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അത് അവൾക്ക് നേരെ നീട്ടി. ഈ ഫോട്ടോ നോക്ക്. അവൾ അതിലേക്ക് നോക്കി. 2 ചെറുപ്പക്കാർ. അതിലൊരാൾ കണ്ണനാണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് സെക്കൻഡുകൾ മാത്രം മതിയായിരുന്നു. ഇതാണ് മാനവ്. ഫോട്ടോയിൽ തനിക്കരികിൽ നിൽക്കുന്നവനെ ചൂണ്ടി കണ്ണൻ പറഞ്ഞു. ശ്രീ അവനെ ഒന്ന് നോക്കി. എവിടെയൊക്കെയോ ഇപ്പോൾ വന്നുപോയ കിച്ചുവിൻ്റെ ഫേസ് കട്ട് അവൾക്ക് തോന്നി. മാനവ്, ഞങ്ങൾ മനു എന്ന് വിളിക്കും. എൻ്റെ കൂടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ പഠിച്ച ഫ്രണ്ടാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഇപ്പോൾ വന്ന കിച്ചു അവൻ്റെ അനിയനാണ്. അവൻ്റെ കാര്യം പറയുമ്പോൾ കണ്ണൻ്റെ ശബ്ദം പോലും ആർദ്രമാവുന്നത് ശ്രീ ശ്രദ്ധിച്ചു. ഇനി എനിക്ക് തന്നോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും ഇവിടെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ പൊട്ടൻ ബിസ്ക്കറ്റ് കണ്ടതുപോലെ താൻ നിൽക്കരുതല്ലോ, അവൻ ചിരിയോടെ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് നമുക്കൊന്ന് പുറത്തേക്ക് പോകാം, പാർക്കിൽ എവിടെയെങ്കിലും, സോ ദാറ്റ് ഐ ക്യാൻ ടോക്ക് ടു യു ഫ്രീലി. കണ്ണൻ പറഞ്ഞതിന് ശ്രീ തലയാട്ടി സമ്മതിച്ചു. അതല്ലാതെ മറ്റൊരു മറുപടിയും അവളിൽ നിന്ന് വരില്ല എന്നവൻ അറിയാമല്ലോ. ഉച്ചയായപ്പോഴാണ് നമ്മുടെ ദേവു ഉറക്കം ഉണർന്നു വന്നത്. അവളോട് കിച്ചു വന്നിരുന്നു എന്ന് പറഞ്ഞിട്ടും വലിയ മൈൻഡ് ഒന്നുമില്ല. അല്ലെങ്കിലും രണ്ടും കീരിയും പാമ്പും പോലെയാണ്. പക്ഷേ മനുവിനെ എല്ലാവർക്കും നല്ല കാര്യമാണ്. വൈകുന്നേരം ആയപ്പോൾ കണ്ണൻ ശ്രീയെ കൂട്ടി പാർക്കിലേക്ക് പോയി. അവിടെ പോയി അവൾക്കൊരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്ത് രണ്ടുപേരും അവിടെ ഗാർഡനിലായിട്ടിരിക്കുന്ന സ്റ്റോൺ ബെഞ്ചിലേക്കിരുന്നു. ശ്രീ കണ്ണനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ആകാംക്ഷ അവളുടെ മുഖത്ത് നിന്ന് തന്നെ വായിച്ചെടുക്കാം. പാർവതി, ആദ്യം തന്നെ ഞാൻ തന്നോട് സോറി പറയുന്നു. കാരണം എൻ്റെ വീട്ടിലെ കാര്യം തന്നെ ഞാൻ തന്നോട് പറയാനായിട്ട് ഇത്രയും ദിവസം എടുത്തു. നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ 2 മാസത്തോളം കഴിഞ്ഞു. എന്നിട്ടും എനിക്കിതൊന്നും തന്നോട് പറയാനുള്ളൊരു അവസരം കിട്ടിയില്ല. അതിനാദ്യം തന്നെ ഞാൻ സോറി പറയുന്നു. പെട്ടെന്ന് കണ്ണൻ അങ്ങനെ സോറി പറഞ്ഞതും ശ്രീ അവനെ മിഴിഞ്ഞ കണ്ണുകളോടെ നോക്കി. താനും മെൻ്റലി അത്ര ഓക്കെ അല്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ തന്നോടൊന്നും പറയാതിരുന്നത്, അവൻ വിശദീകരിച്ചു. അതെനിക്ക് മനസ്സിലായി, ശ്രീയും തിരികെ പറഞ്ഞു. തുടരും. അടുത്ത പാർട്ട് മുതൽ നമ്മൾ പാസ്റ്റ് തുടങ്ങുവാണ്. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ആയാലും ഇവിടെ വെച്ച് നിർത്തിയത് കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ഭാഗമായിട്ട് വരാം കേട്ടോ. ബൈ ബൈ.